നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകകപ്പിൽ മത്സരങ്ങളിങ്ങനെ ഓരോ ദിവസവും കൂടുതൽ അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടീമുകൾക്കും ഓരോ ദിവസവും നിർണായകം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നലെ കാനഡ ഒരു വലിയ വിജയം ഖത്തറിനെതിരെ സ്വന്തമാക്കുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു. ഒപ്പം സ്വിറ്റ്സർലൻഡ് ഒരു കംബാക്ക് നടത്തുന്ന കാഴ്ച കാണാൻ സാധിച്ചു. മെക്സിക്കോ ഒരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. ഇന്നിനി ബ്രസീലും USA-യും മൊറോക്കോയും ഒക്കെ കളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷിയാകാനിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് വരാം അല്ലേ. ആദ്യത്തെ മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് എന്ന് പറയാൻ സാധിക്കും. ഒരു ഹൈ പ്രസ്സിങ്, ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമൊക്കെ കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയാൻ സാധിക്കും. ഖത്തറിനെതിരെ അവർ തുടക്കം മുതലേ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ 15-ാം മിനിറ്റിൽ ലാരൻ തുടങ്ങി വെച്ച ആ ഒരു ഗോൾ വേട്ട അത് ഇഞ്ചുറി ടൈമിൽ, അതായത് 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈം വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ്. അതായത് 15-ാം മിനിറ്റിന് ശേഷം 44-ാം മിനിറ്റിൽ ആദ്യ പകുതിയിൽ തന്നെ 2ാം ഗോൾ കാനഡ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ജോണതൻ ഡേവിഡിൻ്റെ വകയായിരുന്നു ആ ഒരു ഗോള്. പിന്നീട് 54-ാം മിനിറ്റിൽ, 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ 54-ാം മിനിറ്റിൽ ജോണതൻ ഡേവിഡ് വീണ്ടും വല ചലിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 63-ാം മിനിറ്റിൽ നഥാൻ സാലിബയുടെ വക ഒരു ഗോൾ പിറന്നു. പിന്നീട് 77-ാം മിനിറ്റിൽ 5-0 എന്ന സ്കോറിലേക്ക് വന്നത് ഒരു ഓൺ ഗോളായിരുന്നു. സെൽഫ് ഗോളായിട്ടൊരു ഗോൾ പിറക്കുന്ന കാഴ്ച കണ്ടു. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈം 90 മിനിറ്റിന് ശേഷമുള്ള ടൈമിലും 90 മിനിറ്റും 93-ാം മിനിറ്റിൽ ജോണതൻ ഡേവിഡ് അങ്ങനെ തൻ്റെ 3ാം ഗോളും സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 6-0 3 ഗോളുകൾ ജോണതൻ ഡേവിഡ് തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച. ഒപ്പം മറ്റ് താരങ്ങളുടെ ഗോളും സെൽഫ് ഗോളും എല്ലാം ചേർത്ത് മത്സരം പൂർത്തിയാകുമ്പോൾ 6-0 എന്നൊരു സ്കോറിലാണ് കാനഡ ഇന്നലെ അവരുടെ ഒരു സ്കോർ അവസാനിപ്പിച്ചതെന്ന് പറയാൻ സാധിക്കും. അതാണ് മത്സരത്തിൻ്റെ ഒരു ഓവറോൾ ഗോൾ നില. അങ്ങനെയാണ് കാനഡ കാര്യത്തിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പ്രസ്സിങ് ഗെയിം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ, അതായത് കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുക, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നൊരു ഗെയിം പ്ലാൻ കൂടി കാനഡ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ജോണതൻ ഡേവിഡിൻ്റെ ഒരു ഹാട്രിക്കും അവർക്ക് വലിയ രീതിയിൽ അവരുടെ വിജയത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയ വിജയത്തിൽ നിർണായകമായി എന്ന് പറയാൻ സാധിക്കും. ഒപ്പം മിഡ്ഫീൽഡിൻ്റെ കൺട്രോളും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. ഖത്തറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഖത്തർ ആദ്യ മത്സരത്തിലൊരു സ്വിറ്റ്സർലൻഡിനെതിരെ ഒരു സമനില പാലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മത്സരമാണ്. അതായത് കാനഡയുടെ അറ്റാക്കിന് മുന്നിൽ, അല്ലെങ്കിൽ അവരുടെ കൃത്യമായ അവസരം നിർത്തിയുള്ള അവരുടെ അറ്റാക്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഖത്തറിനായില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ 6-0 ഒരു വലിയ വിജയം തന്നെ കാനഡ സ്വന്തമാക്കുന്നു. ഖത്തറിൻ്റെ 2 താരങ്ങൾക്ക്, ഹോമൻ അഹമ്മദിനും അസീം മരിബോയ്ക്കും കാർഡ് ലഭിക്കുന്ന കാഴ്ചയ്ക്കും എന്തായാലും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നലെ നടന്ന ഒരു പ്രധാന പോരാട്ടം. കാനഡയുടെ ശക്തമായ തിരിച്ചുവരവ്, അല്ലെങ്കിൽ ശക്തമായൊരു വിജയം സ്വന്തമാക്കിയ കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. പിന്നീട് നടന്ന മറ്റൊരു മത്സരം സ്വിറ്റ്സർലൻഡും ബോസ്നിയയും തമ്മിലൊരു പോരാട്ടമായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ ഒരു കോമ്പാക്റ്റ് ഗെയിമായിരുന്നു സ്വിറ്റ്സർലൻഡ് ഭാഗത്തുനിന്ന്, ബോസ്നിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സ്വിറ്റ്സർലൻഡ് ഒരു ക്വാളിറ്റിയുള്ള ഡിഫൻസായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പൂർണ്ണമായും ഗോളുകൾ വീഴുന്നത് 2ാം പകുതിയിലാണെന്ന് പറയാൻ സാധിക്കും. 74, 79, 85. പിന്നെ 90-ാം മിനിറ്റിന് ശേഷമുള്ള 4-ാം മിനിറ്റിൽ, അതായത് ഇഞ്ചുറി ടൈമിൽ 4-ാം മിനിറ്റിൽ, ഇതാണ് സ്വിറ്റ്സർലൻഡിൻ്റെ ഗോളുകളായി പിറന്നത്. ബോസ്നിയയുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അത് ഇഞ്ചുറി ടൈമിൻ്റെ 6-ാമത്തെ മിനിറ്റിൽ അവരുടെ ഒരു ആശ്വാസ ഗോൾ എന്നൊക്കെ പറയാം. ആ ഗോൾ പിറന്നത് ഒരു 90 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ്. അതായത് പൂർണ്ണമായും ഈ മത്സരത്തിലെ ആകെ 5 ഗോളുകൾ, 4-1 അതിൽ 5 ഗോളുകൾ പിറന്നത് 2ാം പകുതിയിലാണ്, 74 മിനിറ്റിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് മത്സരം സെക്കൻഡ് ഹാഫിൽ, അല്ലെങ്കിൽ അവസാന മിനിറ്റുകളിലേക്ക് കടന്നപ്പോൾ കൂടുതൽ ആവേശകരമായി മാറി എന്നുള്ളതാണ്. സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻ്റ് അവർ ബിൽഡപ്പ് ചെയ്തു. അവർ കിട്ടിയ അവസരങ്ങൾ മുതലാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാരണം ആദ്യത്തെ പകുതിയിൽ അവർ മനോഹരമായി കളിച്ചെങ്കിൽ പോലും പക്ഷേ അവസരങ്ങൾ സൃഷ്ടിക്കാൻ, അത് മുതലാക്കാനൊന്നും സാധിച്ചില്ല. പക്ഷേ 2ാം പകുതിയിലേക്ക് വന്നപ്പോൾ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ച് അത് മുതലെടുക്കുന്ന കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. ഒപ്പം ലേറ്റായിട്ടുള്ളൊരു ഗെയിമിൻ്റെ കൺട്രോൾ അവർക്ക് ഏറ്റെടുക്കുന്നൊരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. അതുതന്നെയാണ് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൻ്റെ കാര്യം. ഇനി ഇന്നലെ നടന്ന മറ്റൊരു പോരാട്ടം ഉണ്ടായിരുന്നത് മെക്സിക്കോയും ദക്ഷിണ കൊറിയയും, സൗത്ത് കൊറിയയും തമ്മിലൊരു പോരാട്ടമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. മെക്സിക്കോ വളരെ
ഡിസിപ്ലിൻഡായിട്ടൊരു ഗെയിം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയാൻ സാധിക്കും. ഒരു അനിവാര്യമായ വിജയം മെക്സിക്കോയ്ക്ക് നേടാനായി എന്നുള്ളതാണ്. 50-ാം മിനിറ്റിൽ, മത്സരത്തിൻ്റെ 50-ാം മിനിറ്റിലാണ് ലൂയിസ് റോമോയിലൂടെ ആ മത്സരത്തിലെ ഒരേ ഒരു ഗോൾ പിറന്നത് 50-ാം മിനിറ്റിലാണെന്ന് പറയാൻ സാധിക്കും. മെക്സിക്കോയിലേക്ക് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിഫൻസിലെ സ്ട്രക്ചർ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം കൗണ്ടർ അറ്റാക്കുകളും മിഡ്ഫീൽഡ് ഡിസിപ്ലിൻ ആയിരുന്നു. നേരത്തെ ഡിഫൻസീവ് സ്ട്രക്ചറായിരുന്നു, ഇപ്പം മിഡ്ഫീൽഡിലും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കൗണ്ടർ അറ്റാക്കുകളും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന 3 പ്രധാനപ്പെട്ട മത്സരങ്ങൾ. നേരത്തെ പറഞ്ഞ ഇത് മെക്സിക്കോ 1-0 ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി, സ്വിറ്റ്സർലൻഡ് 4-1 ബോസ്നിയയെ പരാജയപ്പെടുത്തി, ഖത്തറിനെ കാനഡ 6-0 എതിരില്ലാത്ത 6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. അങ്ങനെ ഒരു ഹൈ സ്കോറിംഗ് ഗെയിമുകൾ നടന്ന ഒരു ദിവസമായിരുന്നു. ഒപ്പം 1-0 മെക്സിക്കോ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ആകെ ഇന്നലത്തെ ദിവസം മാത്രം വീണത് 12 ഗോളുകളാണ്. 3 മത്സരത്തിൽ നിന്ന് 12 ഗോളുകൾ ഇന്നലെ പിറന്നു എന്നുള്ളതും ഒരു ശ്രദ്ധേയകരമായ കാര്യമാണ്. അപ്പം ഇന്നലത്തെ മത്സരങ്ങൾ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങൾ ഇതൊക്കെയാണ്. ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ മത്സരം ഇന്ന് നടക്കാനുണ്ട്. ബ്രസീലും ഹെയ്ത്തിയും തമ്മിലൊരു പോരാട്ടമാണ്. ബ്രസീലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരെ ഒരു സമനില നേടിയതിൻ്റെ ഒരു പ്രഷർ എന്തായാലും ബ്രസീലിനുണ്ട്. കാരണം ഇന്നത്തെ മത്സരം അവർക്ക് വിജയം അനിവാര്യമാണ്. കാരണം അടുത്ത ഘട്ടത്തിലേക്ക് റൗണ്ട് ഓഫ് 32 പോകാൻ ബ്രസീലിന് ഇന്നത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യ മത്സരത്തിൽ സമനിലയായിരുന്നു. ഇനിയും സമനിലയോ അല്ലെങ്കിൽ തോൽവിയോ ഒക്കെ വഴങ്ങിയാൽ അവരുടെ മുൻപോട്ടുള്ള യാത്ര അല്ലെങ്കിൽ വരുന്ന മത്സരങ്ങളൊക്കെ കൂടുതൽ കഠിനമാകുമെന്ന കാര്യത്തിൽ. കാരണം വിജയം അനിവാര്യമായി മാറുന്നത്, വലിയ വിജയങ്ങളൊക്കെ അനിവാര്യമായി മാറുന്ന കാഴ്ചയിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്രസീൽ പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിഫൻസീവിലെ മിസ്റ്റേക്കുകൾ, ഡിഫൻസീവിൽ വരുത്തുന്ന മിസ്റ്റേക്കുകളും ഒപ്പം മിഡ്ഫീൽഡിൽ ഒരു ബാലൻസിൻ്റെ കുറവും അവർക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയായി തന്നെ തുടരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പോസിറ്റീവായിട്ട് അവരുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഒരു വിനീഷ്യസ് ജൂനിയറിൻ്റെ പ്രകടനം അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഇൻഡിവിജ്വലായിട്ടുള്ള ബ്രില്യൻസും അവർക്ക് ഗുണം ചെയ്യും. വിനീഷ്യസ് മാത്രമല്ല, റോഡ്രിഗോ അടക്കമുള്ള താരങ്ങൾ അവരൊക്കെ ഒരു ഘട്ടം കൂടി ഉയർന്ന് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് കളിച്ചാൽ ഒരുപക്ഷെ വലിയൊരു വിജയം ഇന്ന് ബ്രസീലിന് നേടാനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കാർലോ ആൻസലോട്ടിയുടെ ചുണക്കുട്ടികൾ ഇന്ന് വിജയം, അനിവാര്യമായൊരു വിജയം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആകാം ഇന്ന് ഇറങ്ങുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഹെയ്ത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിനെതിരെ ഒരു മികച്ച മത്സരം തന്നെ അവർ കളിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർക്കുണ്ട്. ഒപ്പം കൗണ്ടർ അറ്റാക്കുകൾ അവരുടെ വലിയൊരു പ്ലസ് പോയിൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഇന്നത്തെ മത്സരത്തിൽ ഓവറോൾ നോക്കിയാൽ ബ്രസീലായിരിക്കും പന്ത് കൂടുതൽ നേരം കൈവശം വെക്കാൻ, പൊസിഷൻ എടുക്കാൻ സാധ്യത ബ്രസീലായിരിക്കും. കൂടുതൽ സമയം പന്ത് അവർ കൈവശം വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഹെയ്ത്തിയുടെ ഡീപ്പ് ഡിഫൻസും ഒപ്പം കൗണ്ടർ അറ്റാക്കും ആകാം ഇന്നത്തെ മത്സരത്തിൽ പ്രധാനമാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മത്സരം. ഇനി മറ്റൊരു മത്സരം ഉള്ളത് സ്കോട്ട്ലൻഡും മൊറോക്കോയും തമ്മിലാണ് എന്നുള്ളതാണ്. സ്കോട്ട്ലൻഡ് ഹെയ്തിക്കെതിരെ ഒരു വിജയം നേടിയ ടീമാണ് സ്കോട്ട്ലൻഡ്. മൊറോക്കോ നേരത്തെ പറഞ്ഞതുപോലെ ബ്രസീലിനെ സമനിലയിൽ തളച്ച ടീമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് ടീമും തമ്മിലുള്ളൊരു പോരാട്ടം അത് അതിശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്കോട്ട്ലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫുട്ബോൾ തന്നെയാണ് അവരുടെ ഏറ്റവും കരുത്തായി പറയാനുള്ളത്. മൊറോക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അതായത് ബ്രസീലിനെതിരെ ഒരു സമനില നേടിയൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ കരുത്തരായൊരു നിര തന്നെയാണ്. അവരെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട ടീമല്ല എന്നുള്ളത് അവർ തെളിയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹക്കിമി അടക്കമുള്ള താരങ്ങൾ അവരുടെ ആ ഒരു പ്ലേയിങ് ലെവലിലുണ്ടാകും. ഇതാണ് ഒരു മത്സരം. ഇനി നടക്കാനുള്ള മറ്റൊരു മത്സരം USA-യും ഓസ്ട്രേലിയയും തമ്മിലുള്ളൊരു മത്സരമാണ്. USA-യിലേക്ക് വന്നു കഴിഞ്ഞാൽ പരഗ്വേക്കെതിരെ ഒരു സ്ട്രോങ് അറ്റാക്കിംഗ് ഫുട്ബോൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പേസും പ്രസ്സിംഗ് ഗെയിമും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുർക്കിക്കെതിരെ ഒരു വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസം അത് ഓസ്ട്രേലിയക്കുണ്ട്. അതുമായാണ് അവർ ഇറങ്ങുന്നത്. ഒരു കൗണ്ടർ അറ്റാക്ക്, ഡിഫൻസീവിലെ ഓർഗനൈസേഷൻ, ഇതൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്നത്തെ മത്സരം ഓവറോൾ നോക്കുകയാണെങ്കിൽ USA-യുടെ അറ്റാക്കും ഒപ്പം ഓസ്ട്രേലിയയുടെ ഒരു ഡിഫൻസീവ് ബ്ലോക്കും തമ്മിലൊരു പോരാട്ടമാകാം ഇന്നത്തെ മത്സരം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിനി നടക്കാനുള്ള മറ്റൊരു മത്സരം ഉള്ളത് തുർക്കിയും പരഗ്വേയും തമ്മിലുള്ളൊരു പോരാട്ടം നടക്കാനുണ്ട്. സ്ട്രോങ് അറ്റാക്കിംഗ് ഇൻറ്റൻറ്റുള്ളൊരു ടീമാണ്. ഒരു ഡിഫൻസീവ് ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിലും സ്ട്രോങ് അറ്റാക്കിംഗ് നടത്താൻ ടീമാണ് തുർക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. പരഗ്വേക്ക് വന്നു കഴിഞ്ഞാൽ
ഒരു ഡിഫെൻസീവ് സ്റ്റൈലിലൊക്കെ കഴിഞ്ഞ മത്സരം കളിച്ച ഒരു ടീമാണ് പരാഗ്വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു പോരാട്ടം അതും ഇന്ന് നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം ബ്രസീലിൻ്റെ മത്സരം തന്നെ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഉറ്റുനോക്കുന്ന, ആരാധകരൊക്കെ ഉറ്റുനോക്കുന്നൊരു പോരാട്ടം ഈ ഒരു ബ്രസീലിൻ്റെ മത്സരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യത്തെ മത്സരം അത് സമനിലയായിരുന്നെങ്കിൽ ഇന്നത്തെ മത്സരം ഒരു വലിയ വിജയം നേടി ബ്രസീൽ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വലിയ വലിയ മത്സരങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ഇനിയൊക്കെയുള്ള എല്ലാ ടീമുകളുടെയും മത്സരം നിർണായകമൊക്കെ ആകും. കാരണം ആദ്യ മത്സരത്തിൽ എല്ലാ ടീമിൻ്റെയും രണ്ടാം മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ആദ്യ മത്സരത്തിൽ ഒരു തോൽവി ഏറ്റുവാങ്ങുകയും സമനില വഴങ്ങുകയൊക്കെ ചെയ്ത ടീമുകൾക്കൊക്കെ ഇനി അങ്ങോട്ട് വിജയം അനിവാര്യമായി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ കൂടുതൽ കടുക്കുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.